ഗൈസ്, അപ്പോൾ നമ്മുടെ കല്യാണിക്ക് മെഡിക്കൽ കോളേജിൽ കിടന്ന് ബോറടിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ 2 പീസിനെയും കൊണ്ടാണ് ഇന്ന് പോകുന്നത്. എന്താകും അറിയില്ല കേട്ടോ, 2 എണ്ണം കൂടെ മെഡിക്കൽ കോളേജിൽ തിരിച്ചിടുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കട്ട രാവിലെ തന്നെ വന്ന് ഫ്രഷ് ആയി തിരിച്ചു പോകുമ്പോൾ അവൻ്റെ കൂടെയാണ് ഞങ്ങൾ പോണത് കേട്ടോ. ഉഷമ്മ ഓൾറെഡി അവിടെയാണ് ഉള്ളത് കേട്ടോ, 2-3 ഡേയ്സ് ആയിട്ട് അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതാ ഞങ്ങൾ വെള്ളവും അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് പോവാണ്. അമ്മ പാസുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് പെയിനൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ പെയിനുള്ള മെഡിസിൻ ഇന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛമ്മേനെ കുറച്ച് ദിവസം കൂടി കണ്ടതുകൊണ്ട് കുട്ടിക്ക് കുറച്ച് സ്നേഹപ്രകടനങ്ങൾ കൂടുതലായിരുന്നു കേട്ടോ. ഓടി ഉക്കത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ബേബീനെ കാണാൻ വന്നതാന്നാ തുമ്പമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബേബീനെ കാണാൻ ഇനിയും വെയിറ്റ് ചെയ്യണം മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. പിന്നെ ചെറിയച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടീനൊന്ന് വെറുപ്പിച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അനിയത്തിന്റെ പ്രസവത്തിന് വേണ്ടി ചേച്ചിയാണ് വെയിറ്റ് കിടക്കുന്നത്. ആ വെയിറ്റുള്ള വെള്ളക്കുപ്പി ഇന്ത്യയിൽ തന്നിട്ട് കുട്ടീനെ എടുത്തിട്ട് ഓടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെയിനുള്ള മെഡിസിൻ 11:30 കല്യാണിക്ക് വാർഡിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾ അവിടെയാണ് ഉള്ളത്. ഞാൻ തുമ്പമ്മേനെ എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. അല്ലൂട്ടന് പിന്നെ വന്ന പാട് അച്ഛമ്മേന്റെ ഫോൺ കൈ കിട്ടിയോണ്ട് മൂപ്പർ നൈസായിട്ട് അവിടെ നിന്ന്. ഭാര്യ പ്രസവിക്കുമ്പോൾ ഭർത്താവിന് വട്ടാവോ? വട്ടാവാൻ മതി. ചെക്കന് വട്ടാണ് ഗൈസ്. ആ ലിഫ്റ്റിൽ കയറിയ മുകളിലെത്തും. ഇവൻ ഇതാ കുട്ടീനെ എടുത്തിട്ട് സ്റ്റെപ്പിൽ ഓടിക്കറി. ഞാൻ ഇവന് പിന്നാലെ വലിഞ്ഞു കയറിയായിരുന്നു കേട്ടോ. വാർഡിലെത്തിയിട്ടും 1 മിനിറ്റ് പോലും ഇരിക്കാൻ ഈ പെണ്ണ് സമ്മതിച്ചിട്ടില്ല കേട്ടോ. സാധാരണ അവള് കല്യാണിയുടെ കുമ്പേലാണല്ലോ വാവനെ കാണുന്നത്. ഇപ്പൊ എല്ലാവരും കുമ്പേലും വാവനെ കണ്ടപ്പോൾ ഓടി നടന്നത് എക്സ്പ്ലോർ ചെയ്യായിരുന്നു കുട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കട്ടേനെ വിളിച്ചു വരുത്തി. അവൻ ഫുഡ് തന്നിട്ട് കുട്ടീനെ എടുത്തിട്ട് പെയർ റൂമിലേക്ക് പോയി. ഞങ്ങൾ വാർഡിലിരുന്നു കേട്ടോ. മരുന്ന് കൊടുത്ത് 1 അവർ കഴിഞ്ഞിട്ടേ കല്യാണിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ കല്യാണി ഫുഡ് കഴിച്ചു. അവൾ കിടക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഷീബമ്മ, അതായത് കല്യാണിയുടെ അമ്മ അപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ഞാൻ അവളുടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ എടുത്ത് പഞ്ഞിക്കിടും. എൻ്റെ ആരോഗ്യം എനിക്ക് നോക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അധികം അവളുടെ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് റൂമിൽ വന്ന് ഫുഡ് കഴിച്ച് പിള്ളേരെ ഓർക്കാൻ വേണ്ടിയിട്ട് കൂടെ കിടന്നതാണ്. ഇതുവരെ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഞാനിവിടെ റൂമിലേക്ക് വന്നപ്പം ഉഷമ്മ അങ്ങോട്ടേക്ക് പോയിട്ടോ, കല്യാണീൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഞാനൊരു 1.5 ഉറക്കം അവിടെ കിടന്ന് ഉറങ്ങി. എണീറ്റ് നോക്കുമ്പോഴത്തേക്കും കല്യാണി, അമ്മ, അച്ഛൻ, അച്ഛമ്മ, പിന്നെ എന്താ പറയുക ഉഷമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് അത്രയും വലിയ ഉറക്കമാണ് ഞാൻ ഉറങ്ങിയത് എന്ന്. ഓക്കെ, പിന്നെ പിള്ളേർ എണീറ്റു. അവരവിടുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പിള്ളേർ ശരിക്കും പറഞ്ഞാൽ റൂമൊക്കെ മറച്ചിട്ടുണ്ട് കേട്ടോ. അവരിവിടെ വന്നതൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ഇത് കല്യാണിയുടെ അച്ഛനാണ് കേട്ടോ, രാജീവ് അച്ഛൻ. അപ്പോൾ അത് അച്ഛൻ ചായയും കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് ഉഷമ്മ വീട്ടിലേക്ക് വരും കേട്ടോ. നാളെ രാവിലെ തിരിച്ചു പോരും. കാരണം ഇന്ന് മരുന്ന് വെച്ചിട്ടല്ലോ, അവൾക്ക് പെയിനൊന്നും തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ വരാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. കട്ട ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവനുണ്ട്. അവൻ നേരത്തെ പോയിട്ടോ കാറിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം കല്യാണിക്ക് പെയിൻ വരണം. പെയിൻ വന്നിട്ടാണ് ഇനിയിപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളത് അറിയുള്ളൂ. ചിലപ്പോൾ മിക്കവാറും നാളെ പെയിൻ വന്ന് ലേബർ റൂം കയറ്റാനും മതി. പക്ഷേ ഫസ്റ്റ് ഡെലിവറി അല്ലേ, നമുക്ക് അത്ര ഈസി ആയിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ നടക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ബേബിക്ക് വേണ്ടിയിട്ടും. പിന്നെ 2 പേർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നടക്കട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അമ്മ ഈ മൂക്കുമുത്തി ഇരിക്കുന്നത് എന്താണെന്ന് അറിയോ, കാറിൻ്റെ ഉള്ളിലെ സ്മെല്ല് അമ്മയ്ക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില സമയത്ത് എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ തീരെ പറ്റത്തില്ല. വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കത്തിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. ബ്ലണ്ടർ അടിയുടെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കണ്ടം വഴി ഇടുന്ന ചെറിയച്ഛൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.